വീണ്ടും കാനഡയുമായി ഇടഞ്ഞ് ട്രംപ്. കാനഡയെയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം തുറക്കാൻ സമ്മതിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. കാനഡയും ചൈനയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറിനെയും ട്രംപ് വിമർശിച്ചു. കനേഡിയൻ പ്രവിശ്യയായ ഒന്റാറിയോയെ US സംസ്ഥാനമായ മിഷിഗണുമായി ബന്ധിപ്പിക്കുന്ന ഗോഡി ഹോവ് അന്താരാഷ്ട്ര പാലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത്. അമേരിക്ക ഇതുവരെ കാനഡയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പ്രതിഫലം നൽകാതെ പാലം തുറക്കാൻ സമ്മതിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇതുകൂടാതെ അമേരിക്ക അർഹിക്കുന്ന ബഹുമാനം കാനഡ അമേരിക്കയ്ക്ക് നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. തങ്ങൾ ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്നും ഈ ആസ്തിയുടെ പകുതിയെങ്കിലും തങ്ങൾക്ക് വേണമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ടെട്രോസ്റ്റിനെയും ഒന്റാറിയോയിലെ വിൻസറിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ ചെലവ് $4.7 ബില്യൺ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 2018 ആയിരുന്നു ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കനേഡിയൻ കമ്പനിയായിരുന്നു ഇതിന്റെ നിർമ്മാണം നടത്തിയത്. കാനഡയായിരുന്നു ഈ പദ്ധതിയുടെ ചിലവിന്റെ ഭൂരിഭാഗവും മുടക്കിയിരുന്നത്. ഈ വർഷം ആദ്യം ഇത് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനിരിക്കെയാണ് ഭീഷണികളുമായി ട്രംപ് രംഗത്ത് വന്നത്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ യാത്രക്കാർക്ക് പ്രതിവർഷം $12.7 മില്യൺ ലാഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. 30 വർഷത്തെ ടോൾ പിരിവിലൂടെ ഇതിന്റെ ചെലവ് തിരിച്ചുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാനഡയും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിനെയും വിമർശിച്ച ട്രംപ് കാനഡയെ ഇത് ജീവനോടെ തിന്നുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.